നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് മുത്തശ്ശനോട് ഗോവിന്ദൻ പറഞ്ഞു, നവീമോന്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്ഭുതമാ തോന്നിയത്. കാരണം പേരെടുത്തൊരു വക്കീലല്ലേ, നന്ദുവിന് ചേരുന്ന പയ്യനുമാണ്. അവര് തമ്മിലാണെങ്കിൽ പരിചയം ഉണ്ട് താനും. അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, പല സന്ദർഭങ്ങളിലും നവീൻ മോനാണെങ്കിലും ഈ കുടുംബത്തെ സഹായിച്ചിട്ടുള്ളതാണ്. മുത്തശ്ശനും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കുന്നതാണെങ്കിലും ഗോവിന്ദന്റെയും കനകയുടെ ഇഷ്ടം നവീനും അനിയനും നന്ദുവും കൂടെ തമ്മിൽ ഒന്നിക്കുന്ന എന്നുള്ള കാര്യം മുത്തശ്ശന് നല്ല വ്യക്തമായിട്ട് അറിയായിരുന്നു. അപ്പോഴാണ് പുറത്തൊരു കാറോ നിന്ന് നവീൻ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോ പോകുന്നൊരു ഭയങ്കര സന്തോഷമായി. അങ്ങനെ മുത്തശ്ശാന്നും പറഞ്ഞുകൊണ്ട് നവീൻ അകത്തേക്ക് വരുന്നു. അല്ല മോനെ, എന്തിയ നരസിംഹൻ വന്നില്ലേ? അത് മുത്തശ്ശന് വല്യമ്മയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, നരസിംഹനെ കൂടെ കൂട്ടിക്കൊണ്ട് വരായിരുന്നു. അല്ല ഇനിയിപ്പം സദ്യ എല്ലാം കഴിഞ്ഞ് രാത്രിയായിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തിരുവോണം കൂടെ ആഘോഷിച്ചിട്ട് അങ്ങോട്ട് പോയാൽ പോരെന്ന് ചോദിച്ചു. അയ്യോ, തിരുവോണത്തിന് നിൽക്കാൻ പറ്റില്ല മുത്തശ്ശ. തിരുവോണത്തിന് അവിടുത്തെ മുത്തശ്ശൻ വരുന്നുണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല. പക്ഷെ അതില്ലാത്തതുകൊണ്ട് അവിടെ ഞങ്ങൾ ആഘോഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദ നിനക്കറിയാലോ, പല സന്ദർഭങ്ങളിലും ഞങ്ങളെ പല ആപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള ആളാണ് നവീൻ എന്ന് പറഞ്ഞു. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മൂർത്തി സാറേ, എനിക്കറിയാവുന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കനയും അങ്ങോട്ട് ഇറങ്ങി വന്നു. ആഹാ, നവീമോൻ വന്നായിരുന്നോ? ഞാൻ നന്ദുവിനെ വിളിക്കാന്ന് പറഞ്ഞു. മോനുണ്ടെന്ന് പറഞ്ഞോണ്ടാ നന്ദു വന്നേന്ന് പറഞ്ഞു. വേണ്ട ആന്റി, നന്ദു അവിടെ നിന്നോട്ടെ. അത് സാരമൊന്നുമില്ല. അവൾ അവളുടെ ചേച്ചിമാരുമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു. മോൻ വന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോവെന്ന് പറഞ്ഞു, മോളെ പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയാണ്. അങ്ങനെ കനകി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പം നവീൻ ചോദിച്ചു, അല്ല മുത്തശ്ശ, എന്തിയെ അനി ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അവനുണ്ടെന്ന് പറഞ്ഞു. അവൻ എന്നെ പഴയതുപോലെ വിളിക്കാറൊന്നുമില്ല, എന്തോ ഒരു അകൽച്ച പോലെയാന്ന് പറഞ്ഞു. മുത്തശ്ശന് കാര്യം മനസ്സിലായി. മുത്തശ്ശന് അറിയാം അതിന് കാരണം എന്താന്നുള്ളത്. ഇതേ സമയത്ത് നവ്യെ നയനെ നന്ദും കൂടെ സംസാരിക്കുമായിരുന്നു. നയന നന്ദുവിനോട് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, എന്താന്ന് വെച്ചാൽ വരുന്ന പോലെ വരട്ടെ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടണമെന്നില്ല, വിധിക്കുന്നത് നടക്കുള്ളൂ. നവ്യ പറഞ്ഞു, അത് ശരിയാ, എന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്ക്. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തോണ്ടല്ലേ നയനയ്ക്ക് ആദർശനെ കിട്ടിയത്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനപ്പം വലിയ ആളും കളിച്ച് അഭിയാണ് നല്ലവനെന്നും പറഞ്ഞുകൊണ്ട് ആ പിന്നാലെ പോയി. അതുകൊണ്ട് എന്തായി, നയനിക്ക് നല്ലൊരു ജീവിതം കിട്ടി. അതാ പറഞ്ഞത്, നമുക്ക് കിട്ടേണ്ടതേ കിട്ടുള്ളൂന്ന്. നന്ദുവിന് ആകപ്പാടെ സങ്കടമുണ്ട്. നവ്യ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ശ്രമിക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് കനക അങ്ങോട്ടേക്ക് വരുന്നത്. അതേ, മണവാളം വന്നിട്ടുണ്ട്, ഇവിടെ നിൽക്കുവാണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ നവ്യ ചോദിച്ചു, മണവാളനോ? അത് പിന്നെ നവീൻ മോൻ എത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. നന്ദുവിന്റെ നവീൻ മോനെ കല്യാണമല്ലേന്ന് ചോദിച്ചു. മോളെ നീ അങ്ങോട്ട് ചെല്ലാനായിട്ട് നന്ദുവിനോട് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ അവൾ ഇവിടെ നിൽക്കട്ടെ, അവളുടെ മുഖത്ത് കണ്ടോ ഒരു സന്തോഷവും ഇല്ലെന്ന് പറഞ്ഞു. അതെ, സന്തോഷമൊന്നും അധികം വേണ്ട, നീ അങ്ങോട്ട് ചെല്ല്, അവനവിടെ നിൽക്കുന്നുണ്ട് നിന്നെ കാത്തെന്ന് പറഞ്ഞു. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ നന്ദു അങ്ങോട്ട് പോയി. അപ്പോഴേക്കും നവി പറഞ്ഞു, എന്തിനാ അമ്മേ, അവൾക്ക് ഈ കല്യാണത്തിനോട് ഒരു താല്പര്യം ഇല്ലാന്ന് തോന്നേ. എന്താ, അവൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞോ? അവളെ കണ്ടാൽ അറിയാലോ, ഇഷ്ടമില്ലാത്ത ബന്ധത്തിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമുണ്ടോ? ഇഷ്ടപ്പെട്ടവർ തമ്മിലാണ് കല്യാണം കഴിക്കേണ്ടത്, ഒരുമിച്ച് ജീവിക്കേണ്ട അങ്ങനെ തന്നെയാണ്. എന്റെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കി, ഇപ്പൊ എങ്ങനെയായി എന്റെ ജീവിതം. അതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞേ, അവൾക്ക് മനസ്സിലാണെങ്കിൽ ചെറുപ്പക്കാരൻ മതിയെന്ന്. ഇതേ നവീമോളെ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു കാര്യത്തില്. അവൾക്ക് വന്നിരിക്കുന്ന നല്ലൊരു ആലോചനയാണ്. നയന പറഞ്ഞു, അതെ അമ്മേ, എന്നാലും നമ്മുടെ നന്ദുവിന്റെ മനസ്സൂടെ കാണണ്ടേ? അവളുടെ മനസ്സ് ഇനി എന്ത് കാണാനായിട്ടിരിക്കുന്നു അമ്മേ? പണവും പ്രതാപവും ഒന്നുമല്ല എപ്പോഴും വലുത്. അവർ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ അവരുടെ മനസ്സ് തങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമുണ്ടായിരിക്കണം. ഇവിടെ നന്ദുവിന് അത് ഇല്ലാന്ന് തോന്നേ. അതൊക്കെ വന്നോളൂ. എന്താണെങ്കിൽ ഈ കുടുംബത്തിലേക്ക് എന്റെ മോളെ ഇനി ഞാൻ പറഞ്ഞു വിടത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കാനായിട്ട് രണ്ടുപേര് വന്നതിന്റെ ബുദ്ധിമുട്ട് മാറിട്ടില്ല. ഇനിയിപ്പൊ ആ ജാനകിയുമായിട്ട് അടി ഉണ്ടാക്കാനായിട്ട് എന്റെ മോളെ വിടത്തില്ല. നവി പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താമേ? ജാനകിയളമ്മയുടെ കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ സ്വഭാവം, അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതെ, അതിന്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾ ഇനി അവൾക്ക് വേണ്ടി സപ്പോർട്ട് പറയുമൊന്നും വേണ്ട. എനിക്കറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കുക തന്നെ വേണം. നവി നല്ല പയ്യനാ. നയന പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം, പല സന്ദർഭങ്ങളും ഈ കുടുംബത്തെ രക്ഷിച്ചിട്ടും കൂടെ ഉള്ള ആളാണ് നവീന്. പക്ഷെ അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയെങ്കിലും കനകയുടെയും ഗോവിന്ദന്റെയും മനസ്സ് മാറ്റാൻ പറ്റുമോ എന്നാണ്.
അവർ നോക്കുന്നേ. പക്ഷെ അമ്പിനും ബില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല കനക. കാരണം കനയ്ക്ക് നവീനും നന്ദുവും തമ്മിലുള്ള കല്യാണം നടന്നാൽ മതി. നന്ദുവിനെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ഒട്ടും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നവിയാണെങ്കിലും ശരി തൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ച് ഒന്ന് പറഞ്ഞ് ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കനകയെ. പക്ഷെ കനക അതൊന്നും ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. കനകയ്ക്കും ഗോവിന്ദനും ഒരേ ഒരു വാശിയായിരുന്നു നന്ദുവിന്റെ നവീന്റെ വിവാഹം, അല്ലാതെ വേറൊരു ആലോചന വേണ്ട എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലും. ഇതേ സമയത്ത് നവീനുമായിട്ട് സംസാരിക്കുകയാണ് മുത്തശ്ശനും ഗോവിന്ദനും കൂടെ. മുത്തശ്ശൻ ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദ കല്യാണം അതിഗംഭീരമായിട്ട് നടത്തണമെന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോ കുടുംബത്തിൽ വേറെ കല്യാണമില്ല, നന്ദുവിന്റെ കല്യാണമാണ് അവസാനത്തെ കല്യാണം. അപ്പൊ അത് ഇത്തിരി ആർഭാടമായിട്ട് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ഓഡിറ്റോറിയം ഒക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. അത് വേണോ സാറേ? ഞങ്ങൾ അതൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇതിപ്പം ഞങ്ങളുടെയും കൂടെ അല്ലേ, ഞങ്ങളും കൂടെ ചേർന്നിട്ട് വേണം ഈ വിവാഹം നടത്താനായിട്ട് അതിഗംഭീരമായിട്ട്. എന്താണ് നവീൻ മോന്റെ ഭാഗത്തുനിന്ന് ഒരു 10,500 പേര് കാണുമല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നവീന അതേന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ ഒരു കാര്യം ചെയ്യണം, ഗോവിന്ദന്റെ വീട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് അത്ര ആൾക്കാർ കാണത്തില്ലേ, അതുപോലെ നല്ല അതിഗംഭീരമായിട്ട് വേണം നമുക്ക് ഈ കല്യാണം നടത്താനായിട്ട്. ഗോവിന്ദൻ പറഞ്ഞു, അതെ സാറേ, എനിക്കും അങ്ങനെ ആ ഒരു ആഗ്രഹം തന്നെയാന്ന് പറഞ്ഞു. നന്ദുവിന്റെ നവീന്റെ കല്യാണം അങ്ങനെ നാടറിഞ്ഞു വേണം നടത്താനെന്ന്. അപ്പോഴേക്കുമാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, അതെ നിങ്ങളുടെ രണ്ടുപേരും കല്യാണക്കാര്യത്തെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഇവർക്ക് എന്തേലും മിണ്ടാനും പറയാനും കാണും, നമുക്ക് അങ്ങോട്ടേക്ക് മാറാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല മുത്തശ്ശ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നവരല്ലേ? നവീൻ പറഞ്ഞു, അതെ ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നതല്ലേ, ഇടയ്ക്ക് കണ്ട് സംസാരിക്കുന്നതല്ലേ. ഗോവിന്ദൻ പറഞ്ഞു, അതങ്ങനെ കണ്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തേലും കേസിന്റെ കാര്യങ്ങളൊക്കെ ആണല്ലോ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് മാറിപ്പോയി. നന്ദുവിന് ആ പടം വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിനോട് നവീൻ ചോദിച്ചു, എന്താ നന്ദു നിനക്ക് എന്നോട് സംസാരിക്കാനൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അല്ല നവീനേട്ടാ, നമ്മള് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതല്ലേന്ന് ചോദിച്ചു. അല്ല ഓണമായിട്ട് ഗിഫ്റ്റ് ഒന്നും ഇല്ലെന്ന് ചോദിച്ചു. അത് പിന്നെ ഓണത്തിന് അങ്ങനെ അധികമൊന്നും ആഘോഷിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുമായിരുന്നു ഞാൻ. അതെന്താ അങ്ങനെ? അല്ല ഒന്നുമില്ലാന്ന് പറഞ്ഞു. നന്ദുവിന്റെ മുഖമൊക്കെ ആകെപ്പടവല്ലാതിരിക്കുമായിരുന്നു. അല്ല ഓണത്തിന് ഡ്രസ്സൊന്നും എടുത്തില്ലേ? ഇവിടെ നിന്നൊക്കെ എടുത്തു തന്നിട്ടുണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എടുത്തു തന്നായിരുന്നു പറഞ്ഞു. അല്ല ഇപ്പൊ ഞാൻ എടുത്തു തരണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല നവീനേട്ടാ, ഇപ്പൊ ആവശ്യത്തിന് മിച്ചം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ല നന്ദുവിന് എന്നോടൊന്നും പറയാനില്ലേ? അല്ല പ്രത്യേകിച്ച് ഇപ്പൊ എന്ത് പറയാനാ? എടീ നിനക്ക് കുറെ പറയാനുണ്ട്, നീയും അനിയും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതെല്ലാം നീ മറച്ചു വെച്ചിരിക്കോ, അതൊക്കെ ഇങ്ങോട്ട് തുറന്നു പറ. അതെല്ലാം ഉള്ളിലടക്കി വെച്ച് എത്ര നാളെ നീ ഇങ്ങനെ മുന്നോട്ട് പോകും? നവീന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു നന്ദുവിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പം. ആ സമയത്ത് അനി മുകളിലേക്ക് കയറി വരാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കനകി വെച്ചു, അല്ല അനിമടുത്ത് എങ്ങോട്ടാ പോണേ? ഞാൻ മുകളിലേക്ക് പോവാം. അതെ ഇപ്പൊ അവിടേക്ക് പോകണ്ട, അവിടെ നന്ദു നവീമോനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. അതിനെന്താ, എന്റെ മരുമോനല്ലേ അവന്, അവർ രണ്ടുപേരും കൂടെ സംസാരിക്കട്ടെ. അതിനിപ്പോ ആന്റി ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ പ്രശ്നമുള്ളൂ. ഞാൻ ചെന്നില്ലെങ്കിൽ നവയും പറയും, നീ എന്താ വരാത്തെ, എന്നെ കണ്ടിട്ട് നീ ഒഴിഞ്ഞു മാറി നടക്കുക, മിണ്ടാത്ത എന്താന്നൊക്കെ. അത് സാരമില്ല, പക്ഷെ എന്നാലും ഇപ്പോഴങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ അവർ സംസാരിക്കുന്നിടത്തേക്ക്? ആന്റി അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ട് വന്നു. ഗോവിന്ദൻ വന്നു കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, അതെ നന്ദു നവീനും കൂടെ അവിടെ മോളത്തെ മുറി സംസാരിക്കുന്നുണ്ട്, അപ്പം അനി അങ്ങോട്ട് പോകാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞു ഗോവിന്ദേട്ടാ പോവണ്ടാന്ന്. അപ്പോഴേക്കും അനി പറഞ്ഞു, അതെന്താ ഞാൻ പോയിട്ടുണ്ട്, എന്താ ആകാശം പിടിഞ്ഞു വീഴുവോ, ഞാൻ പോകുന്നും പറഞ്ഞ് അനി അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും കനക ഗോവിന്ദനോട് പറഞ്ഞു, കണ്ടില്ലേ ഗോവിന്ദേട്ടാ, ഇതാ ഈ പയ്യന്റെ പ്രശ്നം, എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല എന്ന് പറഞ്ഞു. കനകയ്ക്കാണ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഇനിയിപ്പം അനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാടുവോ, അവർ തമ്മിലുള്ള വിവാഹത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുമോ, അനി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവീൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുമോ ഗോവിന്ദേട്ടാ, എനിക്ക് ആ കാര്യം ഓർത്ത് നല്ല ഭയമുണ്ട്. നീ അങ്ങനെയൊന്നും പേടിക്കൊന്നും വേണ്ട. അതെ ആനിയുടെ മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും കൂടെ ചേർന്ന് എടുത്ത തീരുമാനമല്ലായിരുന്നോ നവീന്റെ നന്ദുവിന്റെ വിവാഹം, അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു പേടിയും വേണ്ട. അനി അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, നീ സമാധാനമായിട്ടിരിക്കുക, അതൊക്കെ പറഞ്ഞ് കനകയെ സമാധാനിപ്പിച്ചു. ഈ സമയത്ത് നന്ദുവിനോട് നവീൻ ചോദിച്ചു, അല്ല എന്ത് പറ്റി നന്ദു, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ കുറെ സംസാരിച്ചിട്ട് നീ ഒന്നും മിണ്ടുന്നില്ല. ഒന്നുമില്ല നവീനേട്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിക്കാനായിട്ട് പോവല്ലേ,
എനിക്ക് ഭയങ്കര സന്തോഷമാന്ന് പറഞ്ഞു. ഞാൻ ഇത്ര പെട്ടെന്ന് നമ്മൾ രണ്ടും കൂടെ ഒന്നിക്കുന്നു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. നവീൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഗോൾ അടിച്ചോണ്ടിരിക്കുവോ. നന്ദുവിന് അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴാണ് അനിയുടെ വരവ്. അനി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവീൻ ചോദിച്ചു, ആഹാ നീ ഇത് എവിടായിരുന്നു, നിന്നെ കണ്ടതുപോലും ഇല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നന്ദുവായിട്ട് സംസാരിക്കുമായിരുന്നു. നന്ദുവിനോട് കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോഴേക്കും നന്ദുവിന്റെ മുഖമൊക്കെ ആകപ്പാടെ പിള്ളേരെ വെളുത്ത് നിൽക്കുകയാണ്. അനി നന്ദുവിനെ ഒന്ന് നോക്കി. ആ സമയത്ത് അനി ചോദിച്ചു, അല്ല നാളെ നീ കാണുമോന്ന് ചോദിച്ചു തിരുവോണത്തിനെന്ന്. നാളെയോ? നാളെ ഞാൻ വരത്തില്ലടാ, അവിടെ ആഘോഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്താടാ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചാന്ന് പറഞ്ഞു. എടാ ഇനിയിപ്പോൾ കല്യാണത്തിന് അധിക ദിവസമില്ല. അതിനു മുമ്പ് നന്ദുവിനോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുന്ന ഒരവസരം പാഴാക്കി കളയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് നന്ദുവായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടെന്നറിയാവോ? കുറേ സമയം സംസാരിക്കണം, അവളോടൊപ്പം ചെലവഴിക്കണം. ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമല്ലേന്ന് ചോദിച്ചു. അനി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിൽ ശരി, നിങ്ങൾ സംസാരിക്കുക എന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പെട്ടെന്ന് പോയി. നന്ദുവിന് ഭയങ്കര വിഷമമായി. അവനിത് എന്തു പറ്റി? അവന് നല്ല മൂഡ് ഓഫ് ഉണ്ടല്ലോ എന്ന് നവീനൊന്നും അറിയത്തില്ലാത്ത മട്ടി ചോദിക്കണം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അറിയില്ല എന്ന് പറഞ്ഞു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നാവ് തന്നിരിക്കുന്നത് എന്തിനാ? പറയാൻ വേണ്ടിയിട്ടല്ലേ. അവനത് പ്രയോജനപ്പെടുത്തിയില്ല, ഞാൻ പ്രയോജനപ്പെടുത്തി. അതുകൊണ്ട് നന്ദുവിനെ എനിക്ക് കിട്ടി. നന്ദുവിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നവയും വിടാനുള്ള ഭാവമില്ലെന്ന് നന്ദുവിന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പം കളികൾക്ക് വേണ്ടിയിട്ട് ആദർശ കസേരകളൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആദർശിനോട് മുത്തശ്ശൻ പറഞ്ഞു, എടാ മോനെ, എല്ലാ കളികളും ഉണ്ട്, എല്ലാ കളികളും നടത്തുകയും വേണം, എല്ലാത്തിനും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതെ, അങ്ങനെ ഞങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല, മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും കൂടണമെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ഞങ്ങൾക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേന്ന് ചോദിച്ചു. ജയം പറഞ്ഞു, പിന്നെ വയസ്സും പ്രായം, ഈ ഇരിക്കുന്ന അച്ഛനുണ്ടല്ലോ ആളെ വില്ലനാന്ന് പറഞ്ഞു. ഉറിയടി മത്സരത്തിനൊക്കെ അച്ഛന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്നെ പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ അതുപോലെ തന്നെയല്ല നടത്തിയത്, ചാടി അടിക്കുമായിരുന്നു. അസുഖാന്ന് പറഞ്ഞെന്നും അച്ഛനൊന്നും മൈൻഡ് ചെയ്ത് പോലും ഇല്ലാന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുണ്ടല്ലോ നിങ്ങളുടെ മുത്തശ്ശന് എത്ര നല്ല കളിക്കാരനായിരുന്നു അറിയാവോ. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് ശരിയാ, അത് ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ വന്നു. അനിയും തന്തവും കൂടെ കണ്ണി നോക്കുകയാണ്. നവീൻ എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തു. അനിക്കാണെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നന്ദുവിനും അതെയായിരുന്നു. അപ്പോഴേക്കും കനക പറഞ്ഞു, അല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ? അവിടെ മാറിപ്പോയിന്ന് സംസാരിക്കെന്തേലും. നവീൻ പറഞ്ഞു, എപ്പോഴും എന്ത് സംസാരിക്കാൻ ആൻറ്റി? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തേലുമൊക്കെ സംസാരിക്കാൻ കാണുമല്ലോ. മോളെ നന്ദു, നീ അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞ് നന്ദുവിനെ അങ്ങ് തള്ളിവിട്ടു. നന്ദുവിന് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇത്തിരി അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുകയാണ്. അനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതി എന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ജലജ അവന്തിയോട് പറഞ്ഞു, മോളെ നീ അനിയുടെ അടുത്ത് പോയി നിൽക്കാൻ പറഞ്ഞു. കിട്ടിയ സമയത്ത് അവന്തിക്ക് എന്ത് ചെയ്തു, പെട്ടെന്ന് അനിയുടെ അടുത്തേക്ക് വന്നു നിന്നു. അനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവന്തിയും കൂടെ അടുത്ത് വന്ന് നിന്നപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആ സമയം ജലജ ജാനിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, കണ്ടില്ലേ രണ്ടുപേരും കൂടെ നല്ല ജോഡിയല്ലേന്ന് ചോദിച്ചു. അതെ, ആ നന്ദുവിൻ്റെ നവീൻ്റെ കൂടെ വിവാഹം കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞ ഉടനെ ഈ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. അതെ, അത് തന്നെ നടത്തണം. പിന്നെ ജലജ ഒരു കാര്യമുണ്ട്, നീ എൻ്റെ മോൻ എന്താളും കുറ്റം കണ്ടുപിടിക്കുമെന്നറിയാം. അത് കുറ്റമൊന്നുമല്ല ജാനകി, ഉള്ള കാര്യം ഞാൻ പറയും. പക്ഷെ എനിക്ക് അനിയെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മോളുടെ ഭർത്താവായിട്ട് അവനെ ഞാൻ മനസ്സ് സങ്കല്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ മരുമാനാൻ പോകുന്നവനല്ലേ അവനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, എങ്കിൽ ഇനി കളി തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് കസാര കളിക്കാൻ തുടങ്ങുവാണ്. മുത്തശ്ശനാണ് വിസിലൊക്കെ ഊതുന്നത്. അങ്ങനെ കസാരകൾ തുടങ്ങി. ആദ്യം 1 2 3 റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തരായിട്ട് ഔട്ടായിക്കൊണ്ടിരുന്നു. അവസാനം അവന്തികയും നവീനും നന്ദു അനിയും കൂടെ ആയി. പിന്നീട് അവന്തിക ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേനും ജലജ കള്ളക്കളിയാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അല്ലെങ്കിലും പണ്ട് തൊട്ടുള്ള ആണല്ലോ, നിന്റെ മക്കൾ ആരെങ്കിലും ഔട്ടായി കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളക്കളിയാന്ന് നീ പറയൂന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും അവർ ഓടാൻ തുടങ്ങി. ആ സമയത്ത് നയന നവിയോട് പറഞ്ഞു, ചേച്ചി ഇതെങ്ങ് നോക്ക്, അവർ 3 പേരും കൂടെയാ. നവി പറഞ്ഞു, നവിയും പോയിട്ട് നന്ദുവിനും എനിക്കിവിടെ കസാര കിട്ടിയാൽ മതിയായിരുന്നു, അവർ ജയിച്ചാൽ മതിയായിരുന്നു പറഞ്ഞു. അത് ശരിയാ, നന്ദുവോ അനിയോ ആരെങ്കിലും ഒരാൾ ജയിക്കണം. ഈ സമയത്ത് നവീൻ ആലോചിച്ചു,
ഇവർ രണ്ടുപേരുമാണ് ഒന്നിക്കേണ്ട, മാറിക്കൊടുക്കേണ്ട ആൾ താനാണ്. അതുകൊണ്ട് ഈ കളി താനങ്ങ് തോറ്റു കൊടുക്കണം എന്ത് വന്നാലും. കാരണം നന്ദു ജയിക്കണം, നന്ദു അനിയും കൂടെ ഒരുമിച്ച് കളിക്കുമ്പോൾ നന്ദു ജയിക്കണം എന്നൊരു ചിന്തയായിരുന്നു നവീൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.